വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1087/2026 എന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ കോപ്പറേഷൻ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിനു മുമ്പേ നമ്മൾ ബാങ്കിങ് ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. അപ്പോൾ കോപ്പറേഷൻ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാലും ചിലത് മിക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. മൊത്തം കോപ്പറേഷൻ അല്ല, കുറച്ച് ഭാഗം നമുക്ക് കോപ്പറേഷൻ പോലെ സാധാരണ ഒരു കോപ്പറേഷനിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ആ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ കോപ്പറേഷൻ ക്വസ്റ്റ്യൻസ് എന്നുള്ള ഒരു കൺസിഡറേഷനിലാണ് നമ്മൾ കുറച്ച് കോപ്പറേഷനും ഉണ്ട്, പിന്നെ കുറച്ച് നമ്മുടെ മാനേജ്മെൻറ്റിൽ നിന്ന് കുറച്ച് ഭാഗങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരുമിച്ച് പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ കോപ്പറേഷൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഹെഡ് കൊടുത്തിട്ടുള്ളത്. കോപ്പറേറ്റീവ് ലോയുടെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും PDF നോട്ട്സ് അവിടെ പെയ്ഡ് ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇൻട്രസ്റ്റഡ് ആയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കുക. ഓക്കെ, അപ്പോൾ 1087/2026 നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഗ്രാഫിക് കാർഡ് ടു റിവ്യൂ റൂറൽ ക്രെഡിറ്റ് വാസ് ബൈ. ഗ്രാഫിക് കാർഡ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അത് ആരാണ് അത് തുടങ്ങിയത്, എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇന്ത്യൻ ഗവൺമെൻറ് ആണോ, NCCE ആണോ, RBI ആണോ, NCDC ആണോ എന്നാണ് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത് അല്ലേ. നമുക്കറിയാം ആരാണ് ഗ്രാഫിക് കാർഡിനെ അപ്പോയിൻറ്റ് ചെയ്തത് RBI ആണ്. ഗ്രാഫിക് കാർഡിനെ അപ്പോയിൻറ്റ് ചെയ്തത് ആരാണ്? RBI ആണ്. അപ്പോൾ ഗ്രാഫിക് കാർഡ് വളരെ പ്രധാനപ്പെട്ടൊരു കമ്മിറ്റിയാണ്. കാരണം നമ്മുടെ നബാർഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്നത് ഗ്രാഫിക് കാർഡിലൂടെയാണ് അല്ലേ. അപ്പോൾ ഗ്രാഫിക് കാർഡ് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ ആയിരുന്നു എന്ത്? നബാർഡ് ഉണ്ടാക്കണം, റൂറലിന് ഒരു പ്രത്യേക തരത്തിലുള്ള കൺസിഡറേഷൻ കൊടുക്കണം, റൂറൽ ഡെവലപ്മെൻറ്റിന്. അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ നബാർഡ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയുടെ ഫുള്ളും പഠിക്കണം. അതായത് ഗ്രാഫിക് കാർഡ് എന്ന് പറഞ്ഞ ആ ഒരു എക്സ്പാൻഷൻ ഉണ്ടല്ലോ, അത് പഠിക്കണം. പിന്നെ ആരാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ RBI ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഡേറ്റ് നോക്കുകയാണെങ്കിൽ മാർച്ച് 30, 1979 സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെൻറ്റ്സ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നാണ് പേരറിയപ്പെടുന്നത്. ഗ്രാഫിക് കാർഡിൻ്റെ പൂർണ്ണ രൂപം ഉള്ളത്. സെറ്റപ്പ് ചെയ്തത് മാർച്ച് 30, 1979 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത വർഷവും കൂടി പഠിച്ചോളൂ. ചിലപ്പോൾ അത് ചോദിച്ചാലോ, ഗ്രാഫിക് കാർഡിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത വർഷം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1981. മാർച്ച് 30, 1979 അതുപോലെ തന്നെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത 1981 പഠിച്ചു വയ്ക്കാം. ശിവരാമനായിരുന്നു കമ്മിറ്റിയുടെ ചെയർമാൻഷിപ്പ് ഉണ്ടായിരുന്നത്. പ്ലാനിംഗ് കമ്മീഷൻ്റെ ഫോർമർ മെമ്പറായിരുന്നു അദ്ദേഹം. ഓക്കെ, അപ്പോൾ അപ്പെക്സ് ലെവൽ ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അതിനുവേണ്ടി റൂറൽ സെക്ടറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് എക്സ്ക്ലൂസീവ്ലി ഫോർ ദ റൂറൽ സെക്ടർ വേണം എന്ന് പറഞ്ഞത് ആരാണ്? ശിവരാമനാണ് ഈ ഒരു കമ്മിറ്റിയിലൂടെ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഏതാണ്? RBI ആണ്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഗ്രാഫിക് കാർഡ് ടു റിവ്യൂ റൂറൽ ക്രെഡിറ്റ് വാസ് ബൈ RBI കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അസറ്റ്സ് കെപ്റ്റ് ഇൻ ലിക്വിഡ് ഫോം ടു മീറ്റ് ഇമ്മീഡിയറ്റ് ഡിമാൻഡ്സ് ഫോർ ക്യാഷ് പേയ്മെൻറ്റ്സ് ബൈ കോപ്പറേറ്റീവ് ബാങ്ക്സ് കമ്മിങ് അണ്ടർ ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. അതായത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട്, ഇവിടെ പറഞ്ഞിട്ടുള്ളത് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ കീഴിൽ വരുന്ന പിന്നെ ക്യാഷ് പേയ്മെൻറ്റ്സ് മാറ്റി വയ്ക്കേണ്ടത് ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് ഡിമാൻഡ് വരുമല്ലോ. അപ്പോൾ അസറ്റ് ലിക്വിഡ് ഫോമിൽ സൂക്ഷിക്കണം അല്ലേ. പെട്ടെന്ന് ഡിമാൻഡ് വരുമ്പോൾ നമ്മുടെ കയ്യിൽ കൊടുക്കാൻ ഫണ്ട് വേണമെന്ന് വെച്ചാൽ എല്ലാം ക്യാഷായിട്ട് തന്നെ സൂക്ഷിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അസറ്റായിട്ട് പെട്ടെന്ന് ലിക്വിഡ് ഫോമിലുള്ള പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന അസറ്റായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കത് എത്രയും പെട്ടെന്ന് ലിക്വിഡ് ഫോമിലാക്കിയിട്ട് കൊടുക്കാൻ പറ്റും. നമ്മുടെ ഡിമാൻഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ഇത് ഏത് ഫണ്ടിൽ നിന്നാണ് ഏത് ഫണ്ടാണ് അതിനു വേണ്ടി മാറ്റി വയ്ക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ടുണ്ട്, റിസ്ക് ഫണ്ടുണ്ട്, പാർട്ട്ണർഷിപ്പ് ഫണ്ടുണ്ട്, ഫ്ലൂയിഡ് റിസോഴ്സസ് ഫണ്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ KCS ആക്ടിൽ പഠിക്കാനുള്ള ഭാഗമാണത്. ഫ്ലൂയിഡ് റിസോഴ്സസ് ഫണ്ടാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക കേട്ടോ. അതിനുവേണ്ടി മാറ്റി വയ്ക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളതുകൊണ്ട് സഹകരണ സംഘങ്ങൾ ഫ്ലൂയിഡ് റിസോഴ്സ് ഫണ്ട് എത്ര മാറ്റി വയ്ക്കണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ആക്റ്റിൽ പറയുന്നുണ്ട്, റൂളിലാണ് ആ ഭാഗത്ത് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇമ്പോർട്ടൻ്റായി ഇതിൻ്റെ കൂടെ കണക്ട് ചെയ്ത് പഠിച്ചു വെക്കണം. അസറ്റ്സ് കെപ്റ്റ് ഇൻ ലിക്വിഡ് ഫോം ടു മീറ്റ് ഇമ്മീഡിയറ്റ് പെട്ടെന്നുള്ള ഡിമാൻഡ് ഫോർ ക്യാഷ് പേയ്മെൻറ്റ്. പെട്ടെന്ന് കാശിനുള്ള ആവശ്യം വരുമ്പോൾ കോപ്പറേറ്റീവ് ബാങ്ക്സ് എവിടേക്ക് മാറ്റി വയ്ക്കണം? ഫ്ലൂയിഡ് റിസോഴ്സസ് ഫണ്ടിലേക്ക് മാറ്റി വയ്ക്കണം എന്നാണ് പറഞ്ഞത്. ഇത്ര മെച്യൂർഡായതിന് ഇത്ര മാറ്റി വയ്ക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊവിഷൻ പറയില്ലേ, അതന്നെ സംഭവം. അപ്പോൾ അത് ഫ്ലൂയിഡ് റിസോഴ്സസ് ഫണ്ട് എന്നാണ് കോപ്പറേറ്റീവ് ബാങ്ക്സിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ അറിയപ്പെടുന്നത് കേട്ടോ. പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആരുമായിട്ടാണ് പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്? മാർക്കറ്റിംഗ് സൊസൈറ്റീസാണ്. നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് മാർക്കറ്റിംഗ് സൊസൈറ്റീസാണ് മാറ്റി വയ്ക്കുന്നത്. അവരുടെ പ്രോഫിറ്റിൽ നിന്നും എന്തിനാണ് മാറ്റി വയ്ക്കുന്നത് വെച്ചാൽ ടു കവർ ദ റിസ്ക് ഇൻവോൾവഡ് ഇൻ ഔട്ട് റൈറ്റ് പർച്ചേസ് സിസ്റ്റം. അവരുടെ പർച്ചേസ് സിസ്റ്റത്തിൽ
ഉള്ളൊരു റിസ്ക് ഉണ്ടല്ലോ. ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം എന്ന് പറഞ്ഞപ്പോൾ കർഷകരുണ്ടാകുന്ന ആ സമയത്ത് തന്നെ അവരത് വാങ്ങിച്ച് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ മാർക്കറ്റ് ഡൗൺ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു വലിയ റിസ്ക്കാണ്. വെയർ ഹൗസൊക്കെ ഉണ്ടാവും. അപ്പോൾ വെയർ ഹൗസിൽ പെട്ടെന്ന് തന്നെ കർഷകർക്ക് നഷ്ടം പറ്റരുത് എന്നൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇവർ എന്ത് ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം പിന്നെ എന്താ പറയുക ആ ഒരു സമ്പ്രദായത്തിലൂടെ വാങ്ങി സൂക്ഷിക്കുകയാണ്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, റിസ്ക് ഉണ്ടാവാം, ഇൻവോൾവ് ആവാം. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ റിസ്ക് വരരുത് എന്ന് വിചാരിച്ചത് കവർ ചെയ്യാൻ വേണ്ടി മാർക്കറ്റിംഗ് സൊസൈറ്റീസ് പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് മാറ്റി വയ്ക്കാറുണ്ട്. അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഫോർസീൻ ലോസസ് ഡ്യൂ ടു ഫ്ലക്ച്വേഷൻസ് ഇൻ പ്രൈസസ് ഇൻ ദ മാർക്കറ്റിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ് സംഭവിച്ചു കഴിഞ്ഞാൽ അതൊന്ന് മീറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് എന്ത് ചെയ്യുന്നത്, മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ അതാണ് പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ഈ ഓപ്ഷനിൽ. പിന്നെ പാർട്ട്ണർഷിപ്പ് ഫണ്ടും റിസ്ക് ഫണ്ടുമാണ് നിങ്ങൾക്ക് നോർമലി നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ ഉത്തരമായി വരുന്നത് എന്താണ്, ഫ്ലൂയിഡ് റിസോഴ്സസ് ഫണ്ടാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ റൂൾ 63 നമ്മുടെ മെയിൻ്റനൻസ് ഓഫ് ഫ്ലൂയിഡ് റിസോഴ്സ് ബൈ സൊസൈറ്റീസ്. അപ്പോൾ ആ ഭാഗം ഈ ഒരു ക്വസ്റ്റ്യനുമായി കണക്ട് ചെയ്ത് നോക്കണം കേട്ടോ. റൂൾ 63 ചിലപ്പോൾ ക്വസ്റ്റ്യൻ വന്നേക്കാം. ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് പി കാർഡിൻ്റെ PCARDB പ്രൈമറി, അതായത് ലോങ് ടേമിൽ ക്രെഡിറ്റ് കൊടുക്കുന്ന 2 ആൾക്കാരല്ലേ ഉള്ളൂ. അപ്പെക്സ് ആയിട്ട് നമ്മുടെ എസ് കാർഡ് അല്ലേ, സ്റ്റേറ്റ് കാർഡ് ബാങ്കും, പിന്നെ പ്രൈമറിയിലാണ് നമ്മുടെ ഈ പി കാർഡ് ബാങ്കും ഉള്ളത്, PCARDB ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷനാണ് ഇതിൽ പ്രൈമറിയിലാണല്ലോ. അപ്പോൾ തന്നെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എങ്ങനെയായിരിക്കും, വില്ലേജ് തന്നിട്ടുണ്ട്, താലൂക്ക് തന്നിട്ടുണ്ട്, ബ്ലോക്ക് തന്നിട്ടുണ്ട്, പഞ്ചായത്ത് തന്നിട്ടുണ്ട്. ഏതാണ്? അപ്പോൾ താലൂക്കാണ് ആരുടെ, പി കാർഡിൻ്റെ പ്രവർത്തനം, PCARDBയുടെ പ്രവർത്തന പരിധി എന്ന് പറഞ്ഞാൽ താലൂക്കാണ്. PCARDBയുടെ ഡെഫിനിഷനിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് സെക്ഷൻ 2 OC ആണ് PCARDBയുടെ ഡെഫിനിഷൻ വന്നിട്ടുള്ളത്. പിന്നെ താലൂക്കുള്ള ഒരാളും കൂടി ഉള്ളത് പ്രൈമറി ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റി, അതും താലൂക്ക് തന്നെയാണ്. സോ ഒന്ന് നോട്ട് ചെയ്യുക. പ്രൈമറി കോപ്പറേറ്റീവ് ടൂറിസം സൊസൈറ്റിയും എന്താണ്, താലൂക്ക് തന്നെയാണ്. പിന്നുള്ളത് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി. യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താ പ്രവർത്തനം ചോദിച്ചിട്ടുള്ളതാണ്, PYQ ആണ് കേട്ടോ. യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്തിൻ എ ഡിസ്ട്രിക്റ്റ് ആണ് അവരുടെ പ്രവർത്തന പരിധി ഉള്ളത്. പിന്നെ നമ്മുടെ പാക്സ് PSESൻ്റെ പ്രവർത്തന പരിധി എന്താണ്, വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റിയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി വയ്ക്കാം. DCB ഇപ്പം പ്രവർത്തനമില്ലെങ്കിലും 1 റവന്യൂ ഡിസ്ട്രിക്റ്റ് ആയിരുന്നു അവരുടെ പ്രവർത്തന പരിധി ഉണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ RCMBU ആണെങ്കിലോ 2 or more റവന്യൂ ഡിസ്ട്രിക്റ്റാണ് RCMBUവിൻ്റെ പ്രവർത്തന പരിധി കേട്ടോ. 2 or more റവന്യൂ ഡിസ്ട്രിക്റ്റ്. പിന്നെ ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ മോർ ദാൻ 1 ഡിസ്ട്രിക്റ്റ് ആണ്. ആരാണെങ്കിൽ ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ മോർ ദാൻ 1 ഡിസ്ട്രിക്റ്റ് ആണ്. ഓക്കെ, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ഉത്തരം ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് PCARDB ആയിരുന്നു. ഉത്തരം താലൂക്ക് എന്നാണ് കേട്ടോ, താലൂക്ക്. അടുത്തത് ആനന്ദ് പാറ്റേൺ ഓഫ് കോപ്പറേറ്റീവ് ഹാസ് എത്ര ടയർ സ്ട്രക്ചറാണ് ആനന്ദിന് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആനന്ദ് പാറ്റേൺ കോപ്പറേറ്റീവ്സ് ഡയറിയായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതിന് എത്ര ടയർ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 3 ഘട്ടമാണ്, 3 ടയറാണ് ഉള്ളത്. ഓക്കെ, 3 ടയറാണ്. ആനന്ദ് പാറ്റേൺ കോപ്പറേറ്റീവ്സ് ഹാസ് 3 ടയർ സ്ട്രക്ചർ, 3 ടയർ സ്ട്രക്ചറാണ് വരുന്നത്. അടുത്തത് KCMMF ഡയറിയായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫോം ചെയ്യുന്നത് 1980 പറഞ്ഞു. 21/4/1980 കേട്ടോ. ഡേറ്റ് ആണെങ്കിൽ ഏപ്രിൽ 21. ഇത് ഒരു നാഷണൽ ഡയറി പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. ഏത് നാഷണൽ ഡയറി പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ മിൽമ, അതായത് KCMMF എന്ന പ്രവർത്തനം ആരംഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ഫ്ലഡ് എന്ന ഒരു മിൽക്ക് വിപ്ലവം അല്ലേ, അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ മിൽമയൊക്കെ 1980 വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഓപ്പറേഷൻ ഫ്ലഡാണ് ഇവിടെ ഉത്തരമായിരുന്നു. മിൽമയുടെ ഡേറ്റ് പഠിക്കണം, 21/4/1980 ഹെഡ് ക്വാർട്ടേഴ്സ് ട്രിവാൻഡ്രമാണ്. ഓപ്പറേഷൻ ഫ്ലഡിൻ്റെ 2ാം ഘട്ടത്തിൽ സെക്കൻഡ് ഫേസിലാണ് മിൽമയൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ കൂപ്പൺ റിഡംഷൻ രജിസ്റ്റർ ആരുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറി സൊസൈറ്റികളുമായി ബന്ധപ്പെട്ടതാണ്. കൂപ്പൺ റിഡംഷൻ രജിസ്റ്റർ ആരുമായി ബന്ധപ്പെട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറി സൊസൈറ്റികളുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എ സ്പെസിഫിക് ഫണ്ട് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ആൻ അപ്പെക്സ് സൊസൈറ്റി ഇൻ ഇന്ത്യ ഫണ്ടഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രൈമർലി ടു പർച്ചേസ് ഷെയർസ് ഇൻ അതർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഒരു സ്പെസിഫിക് ഫണ്ടാണ്, അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ആരാണ്, അപ്പെക്സ് സൊസൈറ്റി ഇൻ ഇന്ത്യ ആണ്. ഫണ്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. അപ്പോൾ രണ്ടും ആലോചിക്കണം. ഫണ്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അപ്പെക്സ് സൊസൈറ്റിയുമാണ്.
എന്നിട്ട് പ്രൈമറിലി ഇത് പർച്ചേസ് ചെയ്യുന്നു, അതർ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ നിന്ന് ഷെയർ പർച്ചേസ് ചെയ്യുന്നു. അതിനാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഏതാ? റിസ്ക് ഫണ്ടാണോ, റിസർവ് ഫണ്ടാണോ, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടാണോ, കൺസോർഷ്യം ലെൻഡിങ് സ്കീമാണോ? എന്താണ്? പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടാണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആൻ ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റ് ഇൻ ദ കണ്ടെസ്റ്റ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ടു പ്രോസസ് പേയ്മെൻറ്റ്സ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താണ്? ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിരുന്നു. കാരണം ഇതിൽ ഉത്തരം അന്ന് കൊടുത്തിരുന്നത് ഏതായിരുന്നു? DV ഫയലായിരുന്നു കൊടുത്തിരുന്നത്. DV ഫയലിൻ്റെ വേറെയും ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. എന്നാലും നമുക്ക് നോക്കാം. ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റ് ഇൻ ദ കണ്ടെസ്റ്റ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ടു പ്രോസസ് പേയ്മെൻറ്റ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അന്ന് അവർ കൊടുത്തിട്ടുള്ളത് DV ഫയലാണ്. അപ്പോൾ DV ഫയൽ P-കാർഡ് ബാങ്ക് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ DV ഫയൽ ഉത്തമമായിട്ട് എഴുതായിരുന്നു. പ്രൈമറി അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആണെങ്കിൽ P-കാർഡ് ബാങ്കിനെ DV ഫയൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ദ DV ഫയൽ ഈസ് ആൻ ഇൻറ്റേർണൽ ഡോക്യുമെൻ്റ് ആണ് യൂസ്ഡ് ടു പ്രോസസ് ലോൺ പേയ്മെൻറ്റ്സും അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്ബേഴ്സ്മെൻറ്റ് എത്രയൊക്കെ കൊടുത്തു എന്നുള്ള ഡിസ്ബേഴ്സ്മെൻറ്റ് കേട്ടോ. ഇറ്റ് കണ്ടെയ്ൻസ് ദ എൻറ്റയർ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഇതിലുണ്ടാവും. മെമ്പറുടെ ഇനീഷ്യൽ ലോൺ ആപ്ലിക്കേഷൻ തൊട്ട് ഫൈനൽ വൗച്ചർ വരെ എന്തിലുണ്ടാവും? ഈ DV ഫയലിലുണ്ടായിരിക്കും. എപ്പോഴൊക്കെ ഡിസ്പേഴ്സ് ചെയ്തു, എപ്പോഴൊക്കെ തിരിച്ചടവ് നടന്നു, ഏതെങ്കിലും മുടങ്ങിയോ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അതാണ് DV ഫയൽ വരുന്നത്. പിന്നെ ഇതിൽ ഫ്ലോട്ടിംഗ് പ്രൊവിഷൻ എന്ന് പറഞ്ഞൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്. ഫ്ലോട്ടിംഗ് പ്രൊവിഷൻ, അതായത് ഫ്ലോട്ടിംഗ് പ്രൊവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകൾ നോർമലായിട്ട് ജനറലായിട്ടുള്ള ഫിനാൻഷ്യൽ റിസർവുകളുണ്ടാവും. ആ റിസർവുകളിൽ ഒന്ന് എടുത്തു വയ്ക്കുന്നതാണ് ഫ്ലോട്ടിംഗ് പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ. ജനറൽ ഫിനാൻഷ്യൽ റിസർവാണ്. അത് ബാങ്ക്സ് സെറ്റ് അസൈഡ് ചെയ്യുന്നത് പ്രോഫിറ്റബിൾ പീരിയഡ്സിലാണ്. ടു ബിൽഡ് എ ക്യാപിറ്റൽ കുഷൻ. കുറച്ച് ക്യാപിറ്റൽ ഇരുന്നോട്ടെ, ആവശ്യം വരുമ്പോൾ എടുക്കാം എന്നുള്ള രീതിക്ക് പ്രോഫിറ്റബിൾ കാലഘട്ടത്തിലാണ് ഇങ്ങനെ മാറ്റി വയ്ക്കുക. ഫ്ലോട്ടിംഗ് പ്രൊവിഷൻ ആണ് മാറ്റി വെച്ചതൊക്കെ നമ്മൾ കൊറോണ സമയത്തൊക്കെ അവർ പല കാര്യങ്ങൾക്കായിട്ട്, കാരണം കുറേ ബാഡ് ഡെറ്റ് വന്നു, അപ്പോൾ തിരിച്ചടവ് വന്നു, അങ്ങനെ മാറ്റി വെച്ച തുകകളിൽ നിന്നും അത്തരത്തിലുള്ള എമർജൻസീസ് വരുമ്പോഴാണ് അവരത് യൂസ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഫ്ലോട്ടിംഗ് പ്രൊവിഷൻസ് എന്ന് പറയുക. അതിന് ബാങ്കിങ് സെൻസിലാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ത്രിഫ്റ്റ് ഫയൽ എന്താണ്? ത്രിഫ്റ്റ് ഫയൽ, അപ്പോൾ ത്രിഫ്റ്റ് ഫയൽ എന്ന് പറഞ്ഞാൽ ഒരു റിക്കറിങ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ സേവിങ്സ് ഡെപ്പോസിറ്റ് എന്നൊക്കെ പറയാം കേട്ടോ. ത്രിഫ്റ്റ് ഫയൽ എന്ന് പറഞ്ഞാൽ റിക്കറിങ് ഡെപ്പോസിറ്റോ സേവിങ്സ് ഡെപ്പോസിറ്റോ ഒക്കെ ആവാം. ഏത് തരത്തിലുള്ള ഇതും ആവാം. അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ആ രജിസ്റ്ററിൽ എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, റെഫേഴ്സ് ടു റിക്കറിങ് ഡെപ്പോസിറ്റ് ഓർ സേവിങ്സ് ഡെപ്പോസിറ്റുമായി ബന്ധപ്പെട്ട ഫയലാണ് ത്രിഫ്റ്റ് ഫയൽ എന്ന് പറയുന്നത്. അപ്പോൾ ത്രിഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ദാറ്റ് ഒബ്റ്റെയിൻസ് ദ മെജോറിറ്റി ഓഫ് ഇറ്റ്സ് ഫണ്ട് ഫ്രം ദ സേവിങ്സ് ഓഫ് ദ പബ്ലിക്കിൻ്റെ സേവിങ്സിൽ നിന്നും, സേവിങ്സ് ആണ് അവരുടെ മെജോറിറ്റി വരുമാനം എന്ന് പറഞ്ഞാൽ. അത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ ത്രിഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ബാങ്ക് ഒരു ത്രിഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറയാം. ബാങ്കിൽ നമ്മുടെ പണമാണ് നമ്മൾ കൊണ്ടിടുന്നത്, അത് വെച്ചാണ് അവർ വർക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ബാങ്ക് അങ്ങനത്തെ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഒരു ത്രിഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. ത്രിഫ്റ്റ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് കമ്പൽസറി സേവിങ്സ് ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് റിക്കവേർഡ് ഫ്രം ദ മന്ത്ലി സാലറി എന്ന് പിടിക്കുക. അതായത് കറക്റ്റായിട്ട് മന്ത്ലി സാലറി വരുമ്പോൾ അതിൽ നിന്ന് പിടിക്കുന്നതാണ് ത്രിഫ്റ്റ് ഡെപ്പോസിറ്റ് എന്നത്. നിർബന്ധമായി അടയ്ക്കേണ്ട ചില കാര്യങ്ങളുണ്ടാവുമല്ലോ, അപ്പോൾ അതേമാതിരി അതിനെയാണ് ത്രിഫ്റ്റ് ഡെപ്പോസിറ്റ്. ഇപ്പോൾ ക്ഷേമനിധിക്കൊക്കെ ആൾക്കാർ അടയ്ക്കും. അപ്പോൾ അത് സാലറി കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ കൊടുക്കണം. അപ്പോൾ ത്രിഫ്റ്റ് ഡെപ്പോസിറ്റ് ഈസ് എ കമ്പൽസറി സേവിങ്സ് ആണ് ആൻഡ് ഇറ്റ് ഈസ് റിക്കവേർഡ് ഫ്രം ദ മന്ത്ലി സാലറി ഓഫ് എ മെമ്പർ. മന്ത്ലി സാലറി വരുമ്പോഴാണ് അത് കട്ടായി പോകുന്നത്. ഓക്കെ, അതാണ് ത്രിഫ്റ്റ് ഡെപ്പോസിറ്റ്. ത്രിഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, മെജോറിറ്റി ഓഫ് ഇറ്റ്സ് ഫണ്ട് ഫ്രം ദ സേവിങ്സ് ഓഫ് ദ പബ്ലിക് ആണ് ത്രിഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ത്രിഫ്റ്റ് ഫയൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് റിഫേഴ്സ് ടു റിക്കറിങ് ഡെപ്പോസിറ്റ്സും സേവിങ്സ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ഉത്തരം ഇത് ക്യാൻസൽ ചെയ്ത കാരണം നമ്മൾ കറക്റ്റായിട്ടുള്ള ഉത്തരം ഇതിൽ അവർ എടുത്ത് തന്നിട്ടില്ല. P-കാർഡ് ബാങ്ക് എന്നാണെങ്കിൽ DV ഫയൽ എഴുതാമായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെയാണ്. ദ കൺസെപ്റ്റ് ഓഫ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ്. അപ്പോൾ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് USA ഓർമ്മ വരേണ്ടത്. ഇവിടെ USA ഇല്ല, അതുകൊണ്ട് ഈ ക്വസ്റ്റ്യനും ക്യാൻസൽ ആവുകയാണ് ഉണ്ടായത്. ബർത്ത് പ്ലേസ് ഓഫ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആരാണ്? USA ആണ്. കൺസ്യൂമർ ആണെങ്കിൽ ഇംഗ്ലണ്ടാണ്. ഹോം ലാൻഡ് ഓഫ് അഗ്രികൾച്ചറൽ കോർപ്പറേഷൻ എന്നറിയപ്പെടുന്നതാണ് ഡെൻമാർക്ക്. ഹോം ലാൻഡ് ഓഫ് അഗ്രികൾച്ചറൽ കോർപ്പറേഷൻ എന്നറിയപ്പെടുന്നത് ഡെൻമാർക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ബൈ വിച്ച് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ജോബ് ഷുഡ് ബി കംപ്ലീറ്റഡ് ഫസ്റ്റ് ഫോളോവുഡ് ബൈ അനദർ ജോബ്. അതായത് പ്രോസസ്സാണ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ജോബ് ആദ്യം കഴിയണം
എന്നിട്ട് പിന്നെയുള്ള ജോലികൾ ഫോളോവുഡ് ബൈ അതർ ജോബ്സ് എന്ന് പറയുന്നത് സ്കെഡ്യൂളിംഗ് ആണോ, പ്രൊക്രാസ്റ്റിനേഷൻ ആണോ, പ്രയോറിറ്റൈസിങ് ആണോ, ആക്ടിവിറ്റി ലോഗിങ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. പ്രയോറിറ്റൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മാനേജ്മെൻറ്റ് പ്രോസസ്സ് ഓഫ് അറേഞ്ചിങ് ടാസ്ക്, അതുപോലെ പ്രൊജക്റ്റുകൾ, ഗോളുകൾ, എന്തായാലും റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മാനേജ്മെൻറ്റ് പ്രോസസ്സുകളും അതിൻ്റെ ജോലികളും എൻഷുറിങ് ദ മോസ്റ്റ് ക്രിട്ടിക്കൽ ഓർ ഹൈ വാല്യൂ ജോബ്സ് ആർ കംപ്ലീറ്റഡ് ഫസ്റ്റ് ബിഫോർ മൂവിങ് ഓൺ ടു ലെസ് അർജൻറ്റ് ടാസ്ക്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഹൈ വാല്യൂ ജോബ്സ് കംപ്ലീറ്റ് ചെയ്യണം ആദ്യം, അതിനുശേഷം ലെസ് അർജൻറ്റ് ടാസ്കുകളിലേക്ക് നീങ്ങാൻ പാടുള്ളൂ എന്നാണ്, പ്രയോറിറ്റി കൊടുക്കണം എന്നാണ് പ്രയോറിറ്റൈസിങ്ങിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് പ്രോസസ് ബൈ വിച്ച് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ജോബ് ഷുഡ് ബി കംപ്ലീറ്റഡ് ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു തീം തന്നെ എന്താണ്? പ്രയോറിറ്റൈസേഷനിൽ നമ്മൾ പറഞ്ഞതാണ് അല്ലേ. പ്രയോറിറ്റൈസിങ്ങിലാണത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ദ പ്രോസസ് ബൈ വിച്ച് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ജോബ് ആദ്യം കംപ്ലീറ്റ് ചെയ്യണം, പിന്നെയാണ് മറ്റത് കംപ്ലീറ്റ് ചെയ്യുക. അത് പ്രയോറിറ്റൈസിങ്ങിൻ്റെ ഒരു ഫീച്ചറാണ് കേട്ടോ. പ്രയോറിറ്റൈസിങ്ങിൻ്റെ ഫീച്ചറാണത്. പിന്നെ അത് അടുത്ത ഒരു ഓപ്ഷനിൽ നമുക്ക് തന്നിട്ടുള്ളതാണ് എന്ത്? സ്കെഡ്യൂളിംഗ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതും കൂടി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. സ്കെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ ടൈം അലോക്കേറ്റ് ചെയ്യലാണ് കേട്ടോ. അതായത് ഓരോരോ പരിപാടികൾക്കായിട്ട് ടൈം അലോക്കേറ്റ് ചെയ്യുക. ടാസ്കുകൾ ആൻഡ് റിസോഴ്സസും അലോക്കേറ്റ് ചെയ്യും. ടു എൻഷുർ വർക്ക് ഈസ് കംപ്ലീറ്റഡ് എഫിഷ്യൻ്റ്ലി ആണ് വർക്ക് പോകുന്നത് എൻഷുർ ചെയ്യുക, ഷെഡ്യൂളിങ്ങിൽ ചെയ്യുന്നതാണ്. അപ്പോൾ സ്കെഡ്യൂളിംഗ് എനേബിൾസ് യു ടു പ്രയോറിറ്റൈസ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ആൻഡ് ഐഡൻറ്റിഫൈ പൊട്ടൻഷ്യൽ ടൈം വേസ്റ്റേഴ്സ്. എവിടെയാണ് ടൈം പോകുന്നത് എന്ന് മനസ്സിലാക്കുകയും ഏത് ടാസ്കിനാണ് പ്രധാനമായിട്ട് പ്രയോറിറ്റൈസ് കൊടുക്കേണ്ടത് എന്നും ഒക്കെ അറിയാൻ ഈ സ്കെഡ്യൂളിംഗ് സഹായിക്കും. അടുത്തത് പ്രൊക്രാസ്റ്റിനേഷനാണ്. ഇത് ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് അല്ലേ. ആക്ട് ഓഫ് അൺനെസസറിലി അല്ലെങ്കിൽ ഇൻറ്റൻഷണലി ഡിലേ ചെയ്യിക്കുക, കാര്യങ്ങൾ ചെയ്യാതെ പോസ്റ്റ്പോൺ മാറ്റി വയ്ക്കുക, അതാണ്. അപ്പോൾ ഡിസിഷൻ അൺടിൽ ദ ലാസ്റ്റ് പോസിബിൾ മൊമെൻറ്റ് ഡിസ്പൈറ്റ് നോയിങ് ദാറ്റ് ദിസ് ഡിലേ വിൽ ലൈക്ലി ക്യാൻ നെഗറ്റീവ് കോൺസിക്വൻസസ് ഒക്കെ ഉണ്ടാവാം ഇങ്ങനെ കാര്യങ്ങൾ ഡിലേ ആക്കുന്നത് കൊണ്ട്. എന്നാലും നമ്മൾ പ്രൊക്രാസ്റ്റിനേഷൻ വഴി ആവശ്യമില്ലാത്ത ഡിലേയും പോസ്റ്റ്പോണിങ് ടാസ്കും ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അതാണ് പ്രൊക്രാസ്റ്റിനേഷൻ. ആക്ടിവിറ്റി ലോഗിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊരു സിസ്റ്റമാറ്റിക് പ്രോസസ്സ് ഓഫ് റെക്കോർഡിംഗ് ക്രോണോളജിക്കൽ ഡീറ്റെയിൽസ് ഓഫ് എവറി ആക്ഷൻ. എല്ലാ ആക്ഷനും കറക്റ്റായിട്ട് നമ്മൾ ഡയറിയൊക്കെ എഴുതി വെച്ച് അങ്ങനെ ടു ഡു ലിസ്റ്റൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അതേപോലെയാണ് ആക്ടിവിറ്റി ലോഗിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ് റെക്കോർഡിംഗ് ക്രോണോളജിക്കൽ ഡീറ്റെയിൽസ് ഓഫ് എവറി ആക്ഷൻ. എല്ലാ ആക്ഷൻസും ക്രോണോളജിക്കൽ ഡീറ്റെയിൽസ് ആയിട്ട് എഴുതി രേഖപ്പെടുത്തി വയ്ക്കും. അപ്പോൾ അതാണ് ആക്ടിവിറ്റി ലോഗ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് എന്താണ്? പ്രയോറിറ്റൈസിങ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ പെർഫോമൻസ് അപ്രൈസൽ മെത്തേഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പെർഫോമൻസ് അപ്രൈസൽ മെത്തേഡ് വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ദ ഫിലോസഫി ഓഫ് കൺവേർട്ടിംഗ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ടു പേഴ്സണൽ ഒബ്ജക്റ്റീവ്. അതായത് ശരിക്കും ഓർഗനൈസേഷനും വ്യക്തികളും രണ്ടാണ് അല്ലേ, അവർ വേറെയാണ്. പക്ഷെ ഇവിടെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് തന്നെയാണ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് കൺവേർട്ട് ചെയ്യുന്ന ഫിലോസഫിയാണ് ഇവിടെ നമ്മൾ പെർഫോമൻസ് അപ്രൈസിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഫിലോസഫിയുടെ പേരാണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറയും. മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് എന്നാണ് അതിൻ്റെ പേര്. പെർഫോമൻസ് അപ്രൈസൽ മെത്തേഡാണ് ബേസ് ചെയ്യുന്നത് ഫിലോസഫി ഓഫ് കൺവേർട്ടിംഗ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ഇൻ ടു പേഴ്സണൽ ഒബ്ജക്റ്റീവ്. അതാണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്. അപ്പം മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ് കൂടാതെ വേറെയും മെത്തേഡുകളുണ്ട്. എന്തിന്? പെർഫോമൻസ് അപ്രൈസൽ മെത്തേഡ്സ് മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെയാണ് പെർഫോമൻസ് അപ്രൈസൽ മെത്തേഡിൽ ഒന്നാമത്തെ നമ്മുടെ ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ് അപ്രൈസലാണ്. ക്രിട്ടിക്കൽ ഇൻസിഡൻ്റൽ അപ്രൈസലാണ് ഒന്നാമത്തെ വരുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ചെക്ക് ലിസ്റ്റാണ്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യൻസ്, ആരാണോ നമുക്ക് ഇൻ്റർവ്യൂവിനോ അല്ലെങ്കിൽ വരാൻ പോകുന്നത് ആ ഒരു കണ്ടെത്തുക. പെർഫോമൻസ് അപ്രൈസൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അവരുടെ ഓരോരുത്തരുടെയും ട്രെയ്റ്റ്സ് മനസ്സിലാക്കി അതിനനുസരിച്ച് ജോലി അലൗട്ട് ചെയ്ത് കൊടുക്കണം. അതാണ് നോക്കേണ്ടത്. അപ്പോൾ ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കുക. എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് റെസ്പോൺസസ് വെച്ച് കുറച്ച് ഫാക്റ്റുകൾ അവരെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ കൂടെ വർക്ക് ചെയ്യുക.
പിന്നെ ഗ്രാഫിക് റേറ്റിംഗ് സൈക്കിൾ ഉണ്ടായിരുന്നു, ഫോഴ്സ്ഡ് ചോയ്സ് മെത്തേഡ് ഉണ്ടായിരുന്നു, ബിഹേവിയർലി ആൻകേർഡ് റേറ്റിംഗ് സ്കെയിൽസ്, ഗ്രൂപ്പ് ഓർഡർ ബാങ്കിങ്, ഇൻഡിവിജ്വൽ ബാങ്കിങ് ഉണ്ട്, പെയർഡ് കമ്പാരിസൺ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞാണ് നമ്മുടെ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് വരുന്നത്. അത് പോപ്പുലർസിൽ നിന്ന് പീറ്റർ എഫ് ഡ്രക്കറാണ് കേട്ടോ. മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് ഈസ് എ പ്രോസസ് ദാറ്റ് കൺവേർട്സ് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവും ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവായി മാറുക. അതിനാണ് മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്. ഇറ്റ് ക്യാൻ ബി ബ്രോട്ട് ഓഫ് ആസ് കൺസിസ്റ്റിംഗ് 4 സ്റ്റെപ്പ് ഉണ്ടെന്നാണ് പറയണത്. ഗോൾ സെറ്റ് ചെയ്യുക, ആക്ഷൻ പ്ലാൻ ചെയ്യുക, സെൽഫ് കൺട്രോൾ ആൻഡ് പീരിയോഡിക് റിവ്യൂസ്. ഇതാണ് ഈ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവിൻ്റെ 4 സ്റ്റെപ്സ് എന്ന് പറയണത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. പിന്നെ അതുകൂടാതെ 360 ഡിഗ്രി അപ്രൈസൽ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് 360 ഡിഗ്രി എന്ന് വെച്ചാൽ എല്ലാ ഭാഗവും അന്വേഷിക്കും. എംപ്ലോയിയെ കുറിച്ചിട്ടുള്ള എല്ലാ ഭാഗങ്ങളും അന്വേഷിച്ച് മാത്രമാണ് അയാൾക്ക് എൻട്രി കൊടുക്കുള്ളൂ. അതാണ് 360 ഡിഗ്രി അപ്രൈസൽ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ട്രെയിനിങ് യൂസിങ് പ്രൊസീജിയേഴ്സ് ആൻഡ് എക്യുപ്മെൻറ്റ് സിമിലർ ടു ദോസ് യൂസ്ഡ് ഇൻ ദ ആക്ച്വൽ ജോബ് സെറ്റിംഗ് അപ്പ് ഇൻ എ സ്പെഷ്യൽ വർക്കിംഗ് ഏരിയ. അതായത് ട്രെയിനിങ് പ്രൊസീജിയറാണ്, പക്ഷേ ആക്ച്വൽ ജോബിൻ്റേതെന്ന് തോന്നിക്കെത്തുന്ന ആ രീതിയിലുള്ള എക്യുപ്മെൻറ്റ്സ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. എന്നാൽ ആക്ച്വൽ ആണോ? അല്ല. പക്ഷേ അതിന് വേണ്ടിയിട്ട് അവർക്ക് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ വർക്കിംഗ് ഏരിയ തന്നെ ഉണ്ടായിരിക്കും. അതാണ് ട്രെയിനിങ് യൂസിങ് പ്രൊസീജിയേഴ്സ് ആൻഡ് എക്യുപ്മെൻറ്റ് സിമിലർ ടു ദോസ് യൂസ്ഡ് ഇൻ ദ ആക്ച്വൽ ജോബ് സെറ്റപ്പ് ഇൻ എ സ്പെഷ്യൽ വർക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ട്രെയിനിങ്, പ്രത്യേക തരത്തിലുള്ള ട്രെയിനിങ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ലൈവാണോ? അല്ല, ലൈവ് അല്ല. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഓഫ് ഇൻസ്ട്രക്ഷനെ പറയുന്നതാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറയാം. ഇത്തരത്തിലുള്ള ഒരു ഇതിനെ പറയുന്നതാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. അതായത് ഇതൊരു ഓഫ് ദ ജോബ് ട്രെയിനിങ് ആണ്. ഓഫ് ദ ജോബ് ട്രെയിനിങ് ആണെന്ന് മാത്രമല്ല, ഇതൊരു സ്പെഷ്യലി അല്ലെങ്കിൽ കൺട്രോൾഡ് വർക്കിംഗ് ഏരിയ സെറ്റപ്പ് ചെയ്യണം, എന്നിട്ട് ക്ലോസ്ലി അത് മനസ്സിലാക്കണം. അവരുടെ ആ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് എല്ലാം മനസ്സിലാക്കണം വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്ങിന്. അപ്പോൾ ഇതൊരു ഓഫ് ദ ജോബ് ട്രെയിനിങ് ആണ് എന്ന കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കാം. പിന്നെ കൺട്രോൾ ചെയ്യുകയാണ്. വർക്കിംഗ് ഏരിയ ഈസ് സെറ്റപ്പ് ടു ക്ലോസ്ലി റിപ്ലിക്കേറ്റ് ദ റിയൽ വർക്ക് പ്ലേസ്. എംപ്ലോയീസ് ലേൺ ടു ഓപ്പറേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ഓർ റിപ്ലിക്കൻ എക്യുപ്മെൻറ്റ് എവേ ഫ്രം ദ ആക്ച്വൽ പ്രൊഡക്ഷൻ ഫ്ലോർ. ഹൈ റിസ്ക് ജോബിലാണ് ഇങ്ങനെ കാണിക്കുക. അതായത് ഹെവിലി റോൾസ്, ഹെൽത്ത് കെയറിൽ അല്ലെങ്കിൽ ഏവിയേഷനിൽ എവിടെയൊന്നും നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാരെ കയറ്റാൻ പറ്റില്ല. കാരണം സോ ഡേഞ്ചറസ്, ഹൈ റിസ്കി ജോബ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ അത്തരത്തിലുള്ള ഹൈ റിസ്കി ജോബിന് ഇപ്പോൾ ഏവിയേഷന് സ്യൂട്ടബിളായ ഒരു മെത്തേഡ് ഓഫ് അപ്രൈസൽ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ട്രെയിനിങ് മെത്തേഡ് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാം? ഹൈ റിസ്കി ജോബാണ്. അപ്പോൾ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്, ഹൈ റിസ്കി ജോബിന് കൊടുക്കുന്നതാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്നുള്ളത്. അപ്പോൾ അത് ഹെവി ഹെൽത്ത് കെയറിന്, ഏവിയേഷന്, ഹെവി മാനുഫാക്ചറിങ് എൻഷുർ ചെയ്തിട്ടുള്ള ആൾക്കാർക്കാണ്, ഈ ഹൈ റിസ്ക് ജോബിലുള്ളവർക്കാണ്. ഹൈ റിസ്ക് ജോബുമായി ബന്ധപ്പെട്ടാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് കൊടുക്കുന്നത്. വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അതേപോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് ട്രെയിനിങ് കൊടുക്കുന്നു. എന്നാൽ ഒറിജിനൽ ആണോ? ഒറിജിനൽ അല്ല. അതിന് കുറച്ച് കാരണങ്ങൾ പറയുന്നുണ്ട്. ഹൈ റിസ്ക് ജോബ് മാത്രമല്ല, എക്സ്പെൻസീവ് മെഷീനറി ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ആക്ച്വൽ മെഷീനറി വാങ്ങിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റാത്ത കാരണം അതേമാതിരത്തെ ലാണ് അവർക്ക് വർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഹൈ റിസ്കി ജോബാണ്. അതുപോലെ എക്സ്പെൻസീവ് മെഷീനറി ആയിരിക്കണം. ഡെലിഗേറ്റ് പ്രൊഡക്ഷന് വേണ്ടി ഓരോന്ന് ആക്റ്റീവ് എക്യുപ്മെൻറ്റ് വുഡ് ഡിസ്ട്രപ്റ്റ് ഡെയിലി മാനുഫാക്ചറിങ് ഓപ്പറേഷനെ തടസ്സപ്പെടുത്തും. കാരണം ഒരു ഡെലിഗേറ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ പ്രോസസ്സാണെങ്കിൽ ഒരു ട്രെയിനിങ്ങിന് ആൾക്കാരെ കയറ്റി കഴിഞ്ഞാൽ അവരുടെ ആ മാനുഫാക്ചറിങ് ഓപ്പറേഷനൊക്കെ തടസ്സം സംഭവിക്കും. അതുകൊണ്ട് അത് ചെയ്യാറില്ല. അതിനാണ് ഈ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ ഹൈ റിസ്കി ജോബ്സ് അങ്ങനെ ചെയ്യും, എക്സ്പെൻസീവ് മെഷീനറി ആണെങ്കിൽ ചെയ്യും, ഡെലിഗേറ്റ് പ്രൊഡക്ഷൻ ആണെങ്കിലും അങ്ങനെ ചെയ്യാം എന്നാണ് പറയണത്. അതേമാതിരത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കാം. ജോബ് റൊട്ടേഷൻ, അതുപോലെ ജോബ് റൊട്ടേഷൻ എന്താ വെച്ചാൽ അതൊരു ട്രെയിനിങ് മെത്തേഡാണ്. ഇതൊരു HR സ്ട്രാറ്റജി ആണെന്ന് വേണമെങ്കിൽ പറയാം. എംപ്ലോയീസ് ആർ ടെമ്പററിലി ആൻഡ് ഡെലിബറേറ്റ്ലി മൂവ്ഡ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് റോൾസ്, ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓർ ജോഗ്രഫിക്കൽ ലൊക്കേഷൻസ്. അതായത് പരസ്പരം മൂവ് ചെയ്യിക്കുക ഓരോരോ റോളുകളിൽ നിന്ന്. മാനേജർമാരാണെങ്കിൽ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് മാനേജറായി തുടർന്ന് ഇങ്ങനെ വരിക. അപ്പോൾ അതാണ് ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ. അതാണ് അപ്രൻറ്റിഷിപ്പ് ട്രെയിനിങ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. നമുക്ക് വർക്ക് അപ്രൻറ്റിഷിപ്പ് ആയിട്ട് പോവാം. അതുകൂടാതെ അവരുടെ പ്രോഗ്രാംസൊക്കെ നമുക്ക് നന്നായി ലേൺ ചെയ്യാൻ പറ്റും. ഇതൊരു ഓൺ ദ ജോബ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. ക്ലാസ് റൂം സ്റ്റൈൽ തിയറി പഠിപ്പിക്കുന്നതിനേക്കാൾ
എഫക്റ്റീവ് ആയിരിക്കും ഈ ഓൺ ദ ജോബ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇറ്റ് equips individuals with a specialized skill to become certified professional ആവാനും സ്പെഷ്യലൈസ്ഡ് സ്കില്ലായിട്ടുള്ള ആൾക്കാരെയാണ് അവർ അഡോപ്റ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ്, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്. അപ്പോൾ ജോബ് റൊട്ടേഷൻ നമ്മൾ പറഞ്ഞു, ജോബ് അനാലിസിസ് പിന്നെ അറിയാം, വെസ്റ്റിബ്യൂള്, അപ്രൻറ്റിഷിപ്പ്, ഇത്രയും 4 പറഞ്ഞു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്യാമൽസ് ആണ്. ക്യാമൽസിലെ എല്ലാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ക്യാമൽസിലെ എല്ലാം എന്താണ്? ലിക്വിഡിറ്റിയാണ് ക്യാമൽസിലെ എല്ല്. സോ ഓർത്ത് വയ്ക്കുക. ക്യാമൽസ് ഒരു സൂപ്പർവൈസറി റേറ്റിംഗ് സിസ്റ്റമാണ്. ഒറിജിനലി US-ലാണ് ഡെവലപ്പ് ചെയ്തത് അല്ലേ. ബാങ്കിൻ്റെ ഓവറോൾ കണ്ടീഷൻസ് മനസ്സിലാക്കാനാണ്. അപ്പോൾ ബാങ്ക് കണ്ടീഷൻസ് എന്ന് വെച്ചാൽ അവിടെ ഈ ഒരു ഇതിൻ്റെ ഫുൾ ഫോമാണ്. ക്യാപിറ്റൽ ആഡിക്വസി ഉണ്ട്, അസറ്റ്സ് ഉണ്ട്, മാനേജ്മെൻറ്റ് ക്യാപ്പബിലിറ്റി ഉണ്ട്, ഏർണിങ്സ് ഉണ്ട്, ലിക്വിഡിറ്റി ഉണ്ട്, സെൻസിറ്റിവിറ്റി ഉണ്ട്. സെൻസിറ്റിവിറ്റി ടു മാർക്കറ്റ്, എസ്പെഷ്യലി ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്നാണ് പറയുന്നത് സെൻസിറ്റിവിറ്റിക്ക്. ഇത് 1 ആണ് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ, 5 ആണ് വേഴ്സ്റ്റ് എന്ന് പറഞ്ഞാൽ. പത്മനാഭൻ കമ്മിറ്റിയാണ് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ അഡോപ്റ്റ് ചെയ്യുന്നത് RBI അഡോപ്റ്റ് ചെയ്യുന്നത് 1996-ലാണ്. ഓക്കെ, അപ്പോൾ നാഷണൽ ബാങ്കും RBI കൂടി കൂടിയിട്ടാണ് ഈ ക്യാമൽസക്ക് എന്ന് പറഞ്ഞ സൂപ്പർവൈസറി റേറ്റിംഗ് മോഡൽ കൊണ്ടുവന്നത്. ഈ ക്യാമൽസക്ക് SC വരും. അപ്പോൾ ഈ അപ്ഡേറ്റ് പാരാമീറ്റേഴ്സ് ഓഫ് RRBക്ക്, അതുപോലെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്, DCBക്ക്, ഇവരെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ക്യാമൽസൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. ടു ടാർഗറ്റ്സ് ഇംപ്രൂവ് റിസ്ക് ഓവർസൈറ്റും അതുപോലെ ട്രാൻസ്പെറൻസി ഇൻ കംപ്ലയൻസ് മാനേജ്മെൻറ്റും ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇറ്റ് ടാർഗറ്റ്സ് ഇംപ്രൂവ്ഡ് റിസ്ക് ഓവർസൈറ്റ് ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ കംപ്ലയൻസ് മാനേജ്മെൻറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ RRBക്ക് വേണ്ടിയുള്ളതാണ്. സ്റ്റേറ്റ് നമുക്കല്ലേ ഇപ്പം കോപ്പറേറ്റീവ് ബാങ്ക്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, DCB ഒക്കെ മാറ്റം വന്നിട്ടുള്ളൂ. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും അങ്ങനെ തുടരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കും. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട ലാസ്റ്റത്തെ S എന്ന് പറഞ്ഞാൽ സിസ്റ്റം ആൻഡ് കംപ്ലയൻസ് ആക്കിയിട്ടുണ്ട്. സിസ്റ്റം ആൻഡ് കംപ്ലയൻസ് ആക്കിയിട്ടുണ്ട് ആകുമ്പോൾ. ക്യാമൽസക്ക് C വരുമ്പോൾ അത് കംപ്ലയൻസ് ആണ്. ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ പ്രോംപ്റ്റ് ഡിസ്പോസൽ ഓഫ് ഡിസ്പ്യൂട്ട് ഇൻ സൊസൈറ്റീസ്? ആർക്കാണ് റെസ്പോൺസിബിലിറ്റി? പ്രോംപ്റ്റ് ഡിസ്പോസൽ ഓഫ് ഡിസ്പ്യൂട്ട് ഇൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ആരാണ്? രജിസ്ട്രാറാണ്. അപ്പോൾ ഓപ്ഷൻ നന്നായി നോക്കിയിട്ട് രജിസ്ട്രാറാണ് പ്രൈമർലി പറയുന്നത്, റെസ്പോൺസിബിളായിട്ട് പറയുന്നത്. പ്രോംപ്റ്റ് ഡിസ്പോസൽ കൊടുക്കണം, കറക്റ്റായിട്ടല്ല. എ സൊസൈറ്റി ഇൻ വിച്ച് ആൻ ഇൻഡിവിജ്വൽ ഈസ് ഫ്രീ ടു ജോയിൻ ആൻഡ് റിസൈൻ ഫ്രം ഹിസ് മെമ്പർഷിപ്പ് അറ്റ് ഹിസ് വിൽ ആൻഡ് ഡിസ്ക്രിഷൻ. സൊസൈറ്റി ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഫ്രീ ടു ജോയിൻ ആൻഡ് റിസൈൻ ഫ്രം ഹിസ് മെമ്പർഷിപ്പ്, അതിനുള്ള ഒരു ഇത് സൊസൈറ്റിക്ക് ഉണ്ടെന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉത്തരം വന്നിട്ടുള്ളത് വോളണ്ടറി അസോസിയേഷനാണ്. അത് ആ ഒരു പ്രത്യേകതയുള്ള കാരണമാണ്. വോളണ്ടറി അസോസിയേഷൻ ഉള്ള കാരണമാണ് ഇൻഡിവിജ്വൽസ് ഫ്രീ ടു ജോയിൻ ആൻഡ് റിസൈൻ ഫ്രം ഹിസ് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, വോളണ്ടറി അസോസിയേഷനാണ്. ഇനി ടു പ്രിവെൻറ്റ് ഇറോഷൻ, ICAയുടെ ഒരു വാല്യൂസിന് ഇറോഷൻ സംഭവിക്കുമ്പം ഏത് കമ്മിറ്റീനാണ് ഹെഡ് ചെയ്തതെന്നാണ്. അപ്പോൾ 1995 കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇവാൻ മാക്ഫിയേഴ്സൺ ആണ് 1995 കമ്മിറ്റി ഉള്ളത്. ICA റിവൈസ് ചെയ്യുന്നത് 1995 തന്നെ ഒരു ഫസ്റ്റ് വലിയ പ്രധാനപ്പെട്ട റിവിഷൻ വരുന്നുണ്ട്. പിന്നെ ജനറൽ അസംബ്ലി ടോക്കിയോയിൽ വെച്ചിട്ടാണ് 1992 ഇവർ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് 1994. ഓക്കെ, ന്യൂ സെഞ്ച്വറി ഹാളിൽ വെച്ചിട്ട് പ്രസൻറ്റ് ചെയ്തു. മാഞ്ചസ്റ്റർ സെപ്റ്റംബർ 23, 1995. കോപ്പറേറ്റീവ് ഐഡൻറ്റിറ്റി ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 15 ക്വസ്റ്റ്യനാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ബാങ്കിങ് ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു. അതുപോലെ കോപ്പറേഷൻ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തു. അപ്പോൾ ഉള്ളത് നമുക്ക് അക്കൗണ്ടൻസി ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. താങ്ക് യു.